ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. എന്താണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയങ്ങളൊക്കെ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്? നമ്മളിപ്പോ ഏതാ എടുത്തോണ്ടിരിക്കുന്നത്? ഏതാണ്? കമ്മീഷൻസ് എന്നുള്ള ഒരു പാർട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്മീഷൻസ് എന്നുള്ള പാർട്ടിലത്തെ നമ്മളെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അങ്ങനെ രണ്ട് കമ്മീഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ രണ്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് വരാൻ വരുന്നു. അതായത് റീസെന്റ് ആയിട്ട് ആരാണ് പട്ടികജാതി കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ചെയർമാൻമാർ ആരാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ എന്താ നോക്കിയോ? ആർക്കെങ്കിലും കിട്ടിയോ എന്താണെന്നുള്ളത്? പട്ടികജാതി കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ഇപ്പോഴത്തെ ചെയർമാൻമാർ ആരാന്നുള്ളത് കണ്ടുപിടിച്ചോ? ഏതാണ് ആരാണ് നിലവിൽ വന്നത് ഇപ്പോ ഉള്ള, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പട്ടികജാതി കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ചെയർമാൻമാരെ കണ്ടുപിടിക്കണല്ലോ. അതിനാണല്ലോ ഞാൻ തന്നത് നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് വരാൻ വേണ്ടിയിട്ട്. കണ്ടുപിടിച്ചിട്ടില്ല ആരും? എന്താരും കണ്ടുപിടിക്കാതിരുന്നെ? പറഞ്ഞോളൂ, അറിയുന്നവരൊക്കെ പറയും. എന്തായാലും കണ്ടുപിടിച്ച് അത് പഠിച്ചു വെക്കണം. കാരണം നമ്മൾ റീസെന്റ് ആയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ GK നോളജ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഫസ്റ്റ് ചെയർമാനും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ചെയർമാൻമാരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ സൂരജ് ഭാൻ ആണ്. അതേപോലെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് കൻവർ സിംഗ് ആണ്. അവരെന്തായാലും മാറില്ല. അത് എപ്പോഴും ചോദിച്ചാലും ഫസ്റ്റ് ചെയർമാൻമാർ അവർ തന്നെ ആയിരിക്കും. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ആളുകളെ ഉള്ളൂ മാറുന്നുണ്ടാവുക. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും അത് മാറുന്നുണ്ടാവുക. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറെ കമ്മീഷൻസ് പഠിക്കാനുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കമ്മീഷൻ ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, ധനകാര്യ കമ്മീഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ലാസ്റ്റ് നമുക്ക് ഈ കമ്മീഷന്റെ ഒക്കെ ഫസ്റ്റ് ചെയർമാൻമാരുടെയും അതേപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള ചെയർമാൻമാരുടെയും ലിസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് അത് നോക്കി പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു ഇതായിട്ട് വേണം ചെയ്യാന്. ഓക്കെ, ഓക്കെ. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്, എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇന്ന് നമുക്ക് എടുക്കാനുള്ള എന്താണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനും ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷനും, പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും, അങ്ങനെ രണ്ട് കമ്മീഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് അവരുടെ ഡ്യൂട്ടി, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അല്ലെ. എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ആർട്ടിക്കിൾ 324 ടു 329 ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 323 ആണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 329 ആണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 15 പാർട്ട് 15. 25th പാർട്ടാണുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിൽ ആകെ 15ാമത്തെ പാർട്ടിലാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതിൽ ആരൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ്, ഇവർക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, അപ്പോ 1905 ജനുവരി 25-നാണ് നമ്മൾ ദേശീയ സമ്മതിദാന ദിനം അല്ലെ. 2011 മുതലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. 2011 മുതലാണ്. അത് ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ കേട്ടിട്ടുണ്ടോ ഭരണഘടനാ സ്ഥാപനങ്ങള്? അതെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാല് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങൾ. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ പറയുന്ന സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളും നമുക്ക് നോക്കണം, മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ വരാം. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനം, ഏതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടാത്തത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക്
രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതാക്കാം. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പില് ഇതിലൊക്കെ തർക്കങ്ങൾ വരാം അല്ലെ. ഈ തർക്കങ്ങൾ പരിഹരിക്കാന് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? സുപ്രീം കോർട്ടിനെയാണ് സമീപിക്കേണ്ടത്. കാരണം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇവർ രണ്ടുപേരെയും തെരഞ്ഞെടുക്കുമ്പോഴുള്ള ആ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോർട്ടിലാണ്. അവിടെയാണ് സുപ്രീം കോർട്ടിലാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ്? ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങള്. അതേപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതാണ് സുപ്രീം കോർട്ട്. ആരാണ്? അപ്പോ നമ്മുടെ MLA അത് MP. എന്താ MLA MP എന്ന് വെച്ചാല്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതേപോലെ തന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെ. ഇതിലെ തർക്കം പരിഹരിക്കുന്നത് ആരാണ്? ഹൈക്കോർട്ടാണ്. അപ്പൊ അതൊരു കോമൺ ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു, ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു. അതേപോലെ ദേശീയ സമ്മതിദാന ദിനം 2011 മുതലാണ് നമ്മൾ ദേശീയ സമ്മതിദാന ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിക്കാൻ തുടങ്ങിയത്. അതേപോലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഈ ഒരു ഭാഗം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവര് നീക്കം ചെയ്യുന്നത് ആരാണ്, അവരുടെ കാലാവധി എത്രയാണ്, ഓഫീസേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ അറിയാൻ നോക്കാം. ഓക്കെ, അപ്പോ 3 അംഗങ്ങളാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. 3 അംഗങ്ങളാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും. അതാണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും. ഇവരെ തെരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതും. തെരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ ഇവരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. എന്താ അങ്ങനെ പറയുന്നത്? ഒരാൾക്ക് 6 വർഷം വരെ അവിടെ തുടരാം. ചെയർമാനായിട്ടോ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളായിട്ട് തുടരാം. ഇനി അയാൾ സർവീസിൽ കയറി 65 വയസ്സാവും, 2 വർഷം ആകുമ്പോഴേക്കും 65 വയസ്സായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അത് അവിടെ നിന്നും ഒഴിവാകണം. അതാണ് ആ 65 ഏജ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നൊരു ഓഫീസർ നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം എന്തൊക്കെയാ ചെയ്യുന്നത്? ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഓക്കെ, ചോദിക്കും നമ്മളോട് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആണ്. ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആണ് ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അത് പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. വോട്ടർ പട്ടിക നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ഷൻ ഒക്കെ ആവുമ്പോ ഇങ്ങനെ വരും അല്ലെ? ഓരോരുത്തര് ഓരോ പാർട്ടിക്കാരും വന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏതാണ്, എവിടെയാണ് വോട്ടെന്നൊക്കെ ചോദിച്ചറിയും. എന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം, അതായത് ലോകസഭയിലേക്കും രാജ്യസഭാ ഇലക്ഷന്റെയും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആണ്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആണ് ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ആണിത് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്? അംഗങ്ങളുടെ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടായിരിക്കും. ഇവയെ തെരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവരെ തെരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. 6 വർഷം 65 വയസ്സ് വരെ, ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവരുടെ കാലാവധി. അതേപോലെ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ചീഫ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആണ്. അതുപോലെ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, അതുപോലെ ലോകസഭയിലെയും രാജ്യസഭയിലും അംഗങ്ങളുടെ അയോഗ്യത എന്താ? അവർക്ക് എന്തെങ്കിലും ഒരു അയോഗ്യത കുറച്ച് യോഗ്യതകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലെ ഇവർക്ക്. ആ അയോഗ്യത, അവർക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നതും ആരാണ്?
ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് നിർവചൻ സദൻ ന്യൂഡൽഹിയാണ്. ഏതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവചൻ സദൻ ന്യൂഡൽഹിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് അല്ലെ? അത് നമ്മളൊന്ന് ആലോചിക്കണം. സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ സ്വതന്ത്ര ഇന്ത്യ 1947 നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് 1959 ഒക്ടോബർ 25 ടു 1901 ഫെബ്രുവരി 21 വരെയാണ്. ഒക്ടോബർ 25 മുതൽ ഫെബ്രുവരി 21 വരെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ? വോട്ടർ പട്ടിക ആരാണ് തയ്യാറാക്കുന്നത്? അത് ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? ആരാണ് വോട്ടർ പട്ടിക? സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ? സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും അല്ലെ? ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രീയ ഉപദേശിക്കുന്നത് ആരാണ്? അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ ഓപ്ഷൻസ് പഠിക്കുന്ന പോലെയല്ല ഇപ്പോ എന്താണ് കാര്യം, എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതിന്റെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് എഴുതാൻ. ഓക്കെ, അപ്പൊ ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിർവചൻ സദൻ ന്യൂഡൽഹിയാണ്. അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ 25 മുതൽ ഫെബ്രുവരി 21 വരെയാണ് കേട്ടോ. ഇത് എവിടെയാണ് നടന്നിട്ടുള്ളത്? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് അല്ലെ? ഇത് നടക്കണല്ലോ അല്ലെ? ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അത് എവിടെ നടന്നിട്ടുള്ളത്? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. അവിടെ ആദ്യം വോട്ട് ചെയ്ത ആദ്യ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. ആരാണ്? ശ്യാം ശരൺ നേഗി. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. സ്വതന്ത്രയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 ടു ഫെബ്രുവരി 21 വരെയാണ്. എവിടെയാണ് നടന്നിട്ടുള്ളത്? ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. അതേപോലെ ആദ്യമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ശ്യാം ശരൺ നേഗിയാണ് അല്ലെ? അപ്പൊ ഈ ഒരു സ്ലൈഡ് ഒന്ന് നോക്കുക, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട്? ഏതൊക്കെ ആർട്ടിക്കിളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ? 324 to 329 ആണ്. പിന്നെ ദേശീയ സമ്മതിദാന ദിനമായിട്ട് നമ്മൾ പറയുന്നത് ജനുവരി 25 ജനുവരി 25 ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതുപോലെ MP യെ പരിഹരിക്കുന്നത് അവർ തമ്മിൽ MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മെമ്പർ ഓഫ് പാർലമെന്റിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോർട്ടാണ്. പിന്നെ അംഗങ്ങൾ പറയുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷണർ ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അവരെ തെരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അവരുടെ കാലാവധി 6 വർഷം മുതൽ 65 വയസ്സ് വരെയാണ്. ഇലക്ഷൻ ഓഫീസർ ആണ്. വോട്ടർ പട്ടിക ആരുടെ? ലോക്സഭ രാജ്യസഭ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ഷൻ ലെജിസ്ലേഷൻ ഓഫീസർ ആണ്. അതുപോലെ അവയെ പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ആരാണ് ഉപദേശിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, ഇനി തെരഞ്ഞെടുപ്പിന്റെ ആസ്ഥാനം നിർവചൻ സദൻ ന്യൂഡൽഹിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവചൻ സദൻ ന്യൂഡൽഹിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്നാണ്? 1951 ടു ഒക്ടോബർ 25 ടു ഫെബ്രുവരി 21 വരെയാണ് അല്ലെ? ഇത് എവിടെയാണ് നടന്നിട്ടുള്ളത്? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. അതേപോലെ ആദ്യ വോട്ടർ ആരാണ്? പറയൂ. ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഓക്കെ, അപ്പൊ ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടും അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഇനി നമ്മൾ ആദ്യ ലോക്സഭ തെരഞ്ഞെടുപ്പ് സീറ്റുകളുടെ എണ്ണമാണ്.
ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യ ഇലക്ഷൻ നടന്നു, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ഇലക്ഷൻ നടന്നെന്ന് പറഞ്ഞു. ആദ്യ വോട്ടറെ നമ്മൾ കണ്ടു, അതേപോലെ തന്നെ എവിടെയാണ് നടന്നെന്ന് കണ്ടു. ഇനി എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നത്? 489 സീറ്റാണ് ഉണ്ടായിട്ടുണ്ടായത്. 489 സീറ്റാണ് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ അന്ന് 364 സീറ്റും INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടി. ഓക്കെ, അതില് ആദ്യ 364 സീറ്റുകളും ആര് നേടി? INC നേടി. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുക കേട്ടോ. പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഞാൻ ഈ സ്ലൈഡിൽ ഇല്ലാത്ത കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ലൈഡ് തരുന്നതായിരിക്കും, എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയണത്? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ ഒരംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആദ്യ വ്യക്തി, നമ്മള് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ പഠിച്ചപ്പോഴും ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ പഠിച്ചപ്പോഴൊക്കെ ആദ്യം ആരായിരുന്നു, പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു, പ്രഥമ ചെയർമാൻ ആരായിരുന്നു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് സുകുമാർ സെൻ. ആരാണ്? സുകുമാർ സെൻ. ഓക്കെ, ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ്. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് രമാദേവി. 9ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ എന്തിട്ടുണ്ടായിരുന്നുള്ളൂ, അവര് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ ആയിട്ട് ചുമതല ഏറ്റിട്ടുള്ളൂ. അവരെന്നെ 8th ഗവർണർ ഓഫ് കർണാടക, കർണാടകയുടെ 8ാമത്തെ ഗവർണർ ആയിരുന്നു രമാദേവി. അപ്പൊ നമ്മൾ എത്ര പോയിന്റ് പഠിച്ചു? 2 പോയിന്റ് പഠിച്ചു. മെയിൻ ആയിട്ടുള്ളത് പഠിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ വ്യക്തിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വ്യക്തിയാണ് സുകുമാർ സെൻ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിതയാണ് രമാദേവി. അവർ 9ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതില് ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളൂ. അതുപോലെ അവർ കർണാടകയുടെ 8ാമത്തെ ഗവർണർ ആയിരുന്നു. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തേ, ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇനി ഇപ്പൊ നമ്മള് ആദ്യത്തെ വ്യക്തി ആരാന്ന് പറഞ്ഞു, കുറച്ചു കാലം മാത്രം ആയിട്ടുള്ള വ്യക്തി ആരാന്ന് പറഞ്ഞു, വനിത ആരാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തിയാണ് KVK സുന്ദരം. ആരാണ്? KVK സുന്ദരം. കണ്ടോ, ടീച്ചർ ക്വസ്റ്റ്യൻ എഴുതുമ്പോ ഒരു ഇങ്കിലും ആൻസേഴ്സ് വേറൊരു ഇങ്കിലാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തേണ്ടത്. ആൻസർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഒരേപോലെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ആൻസർ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ കാലം കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തിയാണ് KVK സുന്ദരം. അതേപോലെ 23rd ഇലക്ഷൻ കമ്മീഷൻ, 23ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആണ് സുശീൽ അറോറ, സുശീൽ ചന്ദ്ര രാജീവ് കുമാർ. 2018 മുതലാണ് ഇവരൊക്കെ അംഗങ്ങളാണ്. ഇനി എന്താ നോക്കേണ്ടത്? ഇവരുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? റിട്ടേണിംഗ് ഓഫീസർ ആണ്. അതുപോലെ പോളിംഗ് ബൂത്ത് ചുമതല ഓഫീസറെ പ്രിസൈഡിംഗ് എന്ന് പറയും. പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഓഫീസറെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയും. സ്ഥാനാർത്ഥി നാമനിർദ്ദേശം കൊടുക്കുന്നതിനെ റിട്ടേണിംഗ് എന്ന് പറയും. അതുപോലെ എന്താണ് അതിന്റെ പ്രത്യേകത? 48 മണിക്കൂർ, അതായത് ഇലക്ഷൻ പ്രചരണത്തിന്റെ 48 മണിക്കൂർ ആയി കഴിഞ്ഞാല് എന്ത് ചെയ്യണം? പ്രചാരണം നിർത്തണം. അതുപോലെ ഒരു സ്ഥാനാർത്ഥിക്ക് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. ഏറ്റവും കുറച്ചു കാലം ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത്, ആദ്യ വനിത എന്ന് പറയുന്നത് രമാദേവിയാണ്. 9ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു അവര്. കർണാടകയിലെ 8ാമത്തെ ഗവർണർ ആയിരുന്നു. പിന്നെന്താ ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ളത്? KVK സുന്ദരമാണ്. ഓക്കെ, ഇനി 23rd ഇലക്ഷൻ കമ്മീഷൻ 2018 മുതൽ സുനിൽ അറോറ, സുശീൽ ചന്ദ്ര, രാജീവ് കുമാർ ഒക്കെ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളാണ്. ഇനി സ്ഥാനാർത്ഥി നാമനിർദ്ദേശം കൊടുക്കുന്നതിന് റിട്ടേണിംഗ് എന്നും, അതുപോലെ പോളിംഗ് ബൂത്ത് ചുമതലയുള്ള ഓഫീസേഴ്സ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എന്ന് അറിയും. അതുപോലെ പ്രചാരണത്തിന്റെ 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് മുന്നേ തന്നെ, അതായത് 2 ദിവസം മുന്നേ തന്നെ പ്രചാരണം നിർത്തണം.
പിന്നെന്താ പറഞ്ഞത്, ഒരു സ്ഥാനാർത്ഥിക്ക് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം അല്ലെ. നിങ്ങൾ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിച്ചത്? വയനാട്ടിലും പിന്നെ എവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതെവിടെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി 21 years to 18 years അല്ലെ 1989 രാജീവ് ഗാന്ധി ആയിരുന്നു. ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. 61ാം ഭരണഘടനാ ഭേദഗതി 1988 വന്നിട്ടുള്ളത്. അവിടെയാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം, സാർവത്രിക വോട്ടവകാശം, നിയമാവകാശം അതൊക്കെ വന്നിട്ടുള്ളത്. എന്താ പറയുന്നത്? ആദ്യം സ്ത്രീകൾക്കൊന്നും വോട്ടവകാശം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാവർക്കും വോട്ടവകാശം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ 2 കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ 61ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. 1988 എന്താണ് രാജീവ് ഗാന്ധി. അതുപോലെ സ്ത്രീകൾക്ക് വോട്ടവകാശം, സാർവത്രിക വോട്ടവകാശം 1947. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യാസ് ആക്ട് എന്ന എല്ലാ പ്രവിശ്യയിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്താ ബ്രിട്ടീഷ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ പറയുന്നത്? എന്താ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ് സ്വതന്ത്ര ഇന്ത്യ. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വെച്ചിട്ട് എല്ലാ പ്രവിശ്യയിലൊന്നും വോട്ടവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാവർക്കും സാർവത്രിക വോട്ടവകാശം, എല്ലാവർക്കും വോട്ടവകാശം വേണം എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്കും വോട്ടവകാശം കിട്ടിയിട്ടുള്ളത് 61ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്ത്, മലയാളി ഇതേ ഈ ഒരു സ്ഥാനത്ത് പദവി അലങ്കരിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കമ്മീഷണറായിട്ടുള്ള ആദ്യ മലയാളിയാണ് TN ആരാണ്? ശേഷൻ എന്നാണ് കേട്ടോ. TN ശേഷനാണ്. അദ്ദേഹത്തിന് രമൺ മഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. ഇവിടെ 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നമുക്ക്. ശ്രദ്ധിക്കാം. ഒന്ന്, സാർവത്രിക വോട്ടവകാശം ആർട്ടിക്കിൾ 326 പറയുന്നത് അല്ലെ. ഇനി ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലും TN ശേഷനാണ്. രമൺ മഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള കമ്മീഷണർ ആരാന്ന് ചോദിച്ചാലും ശേഷനാണ്. മനസ്സിലായോ കുട്ടികളെ? അല്ലാതെ മനസ്സിലാവണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലാസ് ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാ. ഓക്കെ, ശ്രദ്ധിച്ച് വേണം ചെയ്യാന്. എന്താണ് പറയുന്നത് എന്നത് നോട്ട് ചെയ്യാം. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഇപ്പൊ 2 കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, എന്താണ് 61ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം, സാർവത്രിക വോട്ടവകാശം എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. പിന്നെന്താ പറയുന്നത്? 1947 സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയതും സാർവത്രികമായിട്ടുള്ള വോട്ടവകാശം ഉണ്ടായിട്ടുള്ളതൊക്കെ 1947 പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എല്ലാ പ്രവിശ്യയിലും ഒന്നും കിട്ടിയിരുന്നില്ല. ഇനി സാർവത്രിക വോട്ടവകാശം ആർട്ടിക്കിൾ 326 ഓക്കെ. സാർവത്രിക വോട്ടവകാശം ആർട്ടിക്കിൾ 326 അതേപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ആദ്യ മലയാളി TN ശേഷനാണ്. അതുപോലെ രമൺ മഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറും TN ശേഷനാണ് കേട്ടോ. 1947 നമ്മുടെ സ്ത്രീകൾക്കുള്ള വോട്ടവകാശം, സാർവത്രിക വോട്ടവകാശം ഒക്കെ വന്നിട്ടുള്ളത്. 61ാം ഭരണഘടന ഭേദഗതി പ്രകാരം 21 മുതൽ 18 years ആയിട്ട് കുറച്ചിട്ടുള്ളതാണ്. മാറിപ്പോവരുത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇതിന്റെ സ്ലൈഡ് നന്നായിട്ട് നോക്കുക. ഇതേപോലെ പോയിന്റ്സ്, ആൻസേഴ്സ് ഒക്കെ വേറെ കളേഴ്സിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് എന്താ നോക്കാനുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ അല്ലെ. പ്രവചന പഠനം. എന്താ പ്രവചന പഠനം? നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി പറയുന്ന നമ്മൾ പ്രവചനം എന്നൊക്കെ പറയാം അല്ലെ. വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി പറയുന്നതിനെയാണ് പ്രവചനം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇലക്ഷന്റെ ഫലപ്രവചന പഠനം. എന്താണ് ഇലക്ഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലക്ഷൻ കണ്ടിട്ടുണ്ടാവും. ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ ന്യൂസ് ചാനൽ വെച്ചാലും ആരാ ജയിക്കുക, എന്താ ജയിക്കുക, ഏത് പാർട്ടിയാവും ജയിക്കുക, ആർക്കാവും കൂടുതൽ വോട്ടവകാശം, ഇല്ലെങ്കിൽ ആർക്കാണ് കൂടുതലായിട്ട് വോട്ട് കിട്ടിയിട്ടുണ്ടാവുക എന്നിട്ട് ഇങ്ങനെ ചോദിച്ചറിയല്ലോ. ചോദിച്ചിട്ട്
പറഞ്ഞത് ശരിയാവുന്ന ആളുകൾക്ക് സമ്മാനം അങ്ങനെയൊക്കെ ആയിട്ടും അങ്ങനെ ഒരു പ്രവചനം നടത്തുക. ഇലക്ഷൻ പ്രവചന പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഫോളജി എന്ന് പറയുന്നത്. എന്താണ്? സെഫോളജി. ശ്രദ്ധിക്കുക, സെഫോളജി ഇലക്ഷന്റെ ഫലപ്രവചന പഠനത്തെയാണ് സെഫോളജി എന്ന് പറയുന്നത്. ഈ സെഫോളജിയുടെ പിതാവ് അത് കണ്ടായിട്ടുള്ളത് പ്രണോയ് റോയ് ആണ്. പ്രണോയ് റോയ് ആണ് സെഫോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാന്ന് ചോദിച്ചാല് പ്രണോയ് റോയ് ആണ് സെഫോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുന്നത് സംവരണ മണ്ഡലം. എന്താ സംവരണം എന്ന് വെച്ചാല്? സംവരണം എന്താടോ? ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഇങ്ങനെ കേട്ടിരിക്കാന്നല്ലാണ്ട് ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ. പറയ്, എന്താണ് സംവരണം? നമ്മൾ പറയാറുണ്ട് ല്ലേ? ന്യൂനപക്ഷ സമുദായങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ സംവരണം കൊടുക്കും, അവർക്കൊരു ഇത് കൊടുക്കും. സംവരണ മണ്ഡലം എന്ന് പറയാം. അപ്പൊ അടിച്ചമർത്തപ്പെട്ടവർക്ക് പ്രത്യേക മണ്ഡലം നിർണ്ണയിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ആരാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്. അതിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അതിന് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലടോ നിങ്ങക്ക്? ഹലോ, നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? എന്തിനെ കുറിച്ചിട്ടാ പറഞ്ഞത്? സെഫോളജി അല്ലെ? സെഫോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സെഫോളജിയുടെ പിതാവ് ആരാണ്? പ്രണോയ് റോയ് ആണ് സെഫോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെന്താടോ പറഞ്ഞത്? പറയൂ, പിന്നെ എന്തിനെ കുറിച്ചിട്ടാ നമ്മൾ പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങളൊന്ന് പറ. ഉം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ. സെഫോളജിയുടെ പിതാവ് അല്ലെ? സെഫോളജിയുടെ പിതാവാണ് പറയുന്നത് അല്ലെ? ഇനി ടോട്ടൽ ലോക്സഭാ സീറ്റ് 543 അതിൽ എസ്-ടിക്ക് 84 എസ്-ടിക്ക് 47 സീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സംവരണം ചെയ്തിട്ടുണ്ട്. അവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ നമ്മൾ ടിക്കറ്റ് കേട്ടിട്ടുണ്ടോ അല്ലെ? റിസർവേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളൊരു സ്ഥാനാർത്ഥി അയോഗ്യനായാൽ നമുക്കൊരു സ്ഥാനാർത്ഥി അയോഗ്യനായി തോന്നുകയാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് വോട്ടവകാശം കാര്യങ്ങളും അല്ലാതെ ഉണ്ട്. നമുക്ക് ഏത് പാർട്ടിയോടാണ് താല്പര്യം, അതിനനുസരിച്ച് വോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? രേഖപ്പെടുത്താം. അങ്ങനെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഒരു സ്ഥാനാർത്ഥി അയോഗ്യനായി തോന്നുകയാണെങ്കിൽ നമുക്ക് നോട്ട ഉപയോഗിക്കാം. എന്താ നോട്ട എന്ന് വെച്ചാല്? എന്താണ് നോട്ട എന്ന് വെച്ചാൽ? എന്താടോ? നൺ ഓഫ് ദ എബോവ് എന്നാണ് പറയാന്ന് വെച്ചാല് നമ്മൾ ഈ കണ്ട സ്ഥാനാർത്ഥികൾ ആരെയും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. 2003 സെപ്റ്റംബർ 27-നാണ് ഇതായിട്ടുള്ളത്. ബെഞ്ചാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പി സദാശിവം, രഞ്ജൻ ഗഗോയ്, രഞ്ജന പ്രകാശ് എന്ന് പറയുന്ന ബെഞ്ചാണ് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇത് പാസ്സാക്കിയിട്ടുള്ള ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. പാസ്സാക്കിയ ആദ്യ നോട്ട പാസ്സാക്കിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 14th കൺട്രിയാണ്, 14ാമത്തെ രാജ്യമാണ്. നോട്ട കൊണ്ടുവന്നിട്ടുള്ള 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 15ാമത്തെ കൺട്രി നേപ്പാളാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് നമ്മൾ സെഫോളജി എന്ന് പറഞ്ഞു? ഇലക്ഷൻ പ്രവചന പഠനമാണ് സെഫോളജി. സെഫോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് പ്രണോയ് റോയ് ആണ്. ഇനി സംവരണ മണ്ഡലം നമ്മൾ പറഞ്ഞു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രാഷ്ട്രപതിയാണ് ചെയ്യുന്നത്, നിയമിക്കുന്നത്. ടോട്ടൽ ലോക്സഭാ സീറ്റ് 543 ആണ്. ഇതിൽ എസ്-സിക്ക് 84 സീറ്റും എസ്-ടിക്ക് 47 സീറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി അയോഗ്യനാവുകയാണെങ്കിൽ നമുക്ക് നോട്ട പ്രയോഗിക്കാം അല്ലെ?
ഡോട്ട എന്നുള്ള ഒരു ഇത് നമുക്ക് പ്രയോഗിക്കാം. എന്താണ്? നമുക്ക് സ്ഥാനാർത്ഥി അയോഗ്യനായി തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കും വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോട്ട പ്രയോഗിക്കാൻ കഴിയും. ഇനി ഇത് പാസ്സാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. ആദ്യ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ബംഗ്ലാദേശ് ആണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 14th കൺട്രി ആണ് ഇന്ത്യ. ദെൻ 15th കൺട്രി ഏതാണ്? നേപ്പാളാണ്. ശ്രദ്ധിക്കാട്ടോ, നോട്ട ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോട്ടയുടെ പിന്നിലൊരു സംഘടന ഉണ്ടല്ലോ അല്ലെ, നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഒരു സംഘടന വേണം. അത് PUCL എന്നാണ് പറയുന്നത്. ആരാണ്? പീപ്പിൾ യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ്. പീപ്പിൾ യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ്. ജയപ്രകാശ് നാരായൺ 1976 ഇതാക്കിയിട്ടുള്ളത്. അതിന്റെ പിന്നിലുള്ള സംഘടന എന്ന് പറയുന്നത് PUCL ആണ്. പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ചിഹ്നം ഡിസൈൻ ചെയ്തിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് ആണ്. ഈ PUCL ഒരു ചിഹ്നം ഉണ്ടായിരിക്കും അല്ലെ? നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ ഇതാണ് ഇതിനെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നം ഏതാണെന്ന് പറഞ്ഞ പോലെ ഈ നോട്ടയുടെ അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നുള്ളതാണ് ചിഹ്നം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്താ നോട്ടയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തിട്ടുള്ളത്? നോട്ട എല്ലാ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനം VVPAT, അതായത് നോട്ട എന്നൊരു സംവിധാനം എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ നോട്ട എന്നൊരു ഇതിനെ എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള സംവിധാനത്തിന് നമ്മൾ ആണ് അത് വോട്ട് ചെയ്ത് കേൾക്കുന്നില്ലടോ? പാറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ, VVPAT എന്ന് വിളിച്ചു. അതേപോലെ നോട്ട് അതിന് പിന്നിലുള്ള പറഞ്ഞത് PUC എത്ര വോട്ട് രേഖപ്പെടുത്താമെന്ന് നമ്മൾ പറഞ്ഞത്? 1400 വോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രേഖപ്പെടുത്താൻ പറ്റും അല്ലെ? എത്ര വോട്ട് രേഖപ്പെടുത്താം? 1400 വോട്ട് വരെ നമുക്ക് രേഖപ്പെടുത്താം. അതേപോലെ ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് എവിടെയാണ്? കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് 2016 നടപ്പിലാക്കിയിട്ടുള്ളത്. 12 മണ്ഡലങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി പൂർണ്ണമായിട്ടും, അതായത് ഇന്ത്യയിലെ പൂർണ്ണമായിട്ടും VVPAT നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഗോവയാണ്. രണ്ടാമത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഈ VVPAT അല്ലെങ്കിൽ VVPAT എന്നുള്ള സംവിധാനം പരീക്ഷണ അടിസ്ഥാനത്തിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള സംസ്ഥാനം 2013 നാഗാലാൻഡിലാണ്. കേരളത്തിൽ 2016 12 മണ്ഡലങ്ങളിൽ ഇത് നടപ്പിലാക്കി. പൂർണ്ണമായിട്ടും VVPAT കൊണ്ടുവന്നിട്ടുള്ളത് ഗോവയിലാണ്. രണ്ടാമത് കൊണ്ടുവന്നിട്ടുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചെന്ന് ഓർമ്മയില്ല എല്ലാവർക്കും അല്ലെ? നോട്ടിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നോട്ട പാസ്സാക്കിയിട്ടുള്ള ആദ്യ രാജ്യം ഫ്രാൻസ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ രാജ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ രാജ്യമല്ല, ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണെന്ന് പറഞ്ഞു. 14ാമത്തെ കൺട്രി ഇന്ത്യ ആണെന്ന് പറഞ്ഞു. 15ാമത്തെ കൺട്രി നേപ്പാൾ എന്ന് പറഞ്ഞു അല്ലെ? ഇതിന്റെ പിന്നിലുള്ള സംഘടന PUCL ആണ്. ചിഹ്നം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് ആണെന്ന് പറഞ്ഞു.
അതേപോലെ ഈ ഒരു നോട്ട എന്നുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള സംവിധാനമാണ് VVPAT എന്ന് പറയുന്നത്. 1500 400 വോട്ട് നമുക്ക് രേഖപ്പെടുത്താം. പരീക്ഷ അടിസ്ഥാനത്തിൽ 2013 നാഗാലാൻഡിലും നടപ്പിലാക്കി. കേരളത്തിൽ 2016 നടപ്പിലാക്കിയിട്ടുള്ളത്. 12 മണ്ഡലങ്ങളാണ്. പൂർണ്ണമായിട്ടും VVPAT നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഗോവയാണ്. രണ്ടാമത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, രണ്ടാമത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ആദ്യ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത് ചീഫ് ഇലക്ടറൽ ഓഫീസർ സുപ്രീം കോർട്ടിലെ ജഡ്ജിന് തുല്യമാണെന്നാ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ളത്? ഈ ഒരു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും, ഈ ഒരു തെരഞ്ഞെടുപ്പ് അഥവാ പാർലമെന്ററി സിസ്റ്റം എന്നുള്ളത് ബ്രിട്ടനിലാണ് കടമെടുത്തിട്ടുള്ളത്. ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ ജഡ്ജിന് തുല്യമാണ്. സുപ്രീം കോർട്ടിലെ ജഡ്ജിന് തുല്യമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ സ്ഥാനം. അതേപോലെ ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ ഇവരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതേപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ഇവരുടെ നീക്കം, ഈ സുപ്രീം കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് പ്രോസസ്സിലാണ്. നടപടി ക്രമങ്ങളുണ്ട്. എന്താണ്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2/3 മെജോറിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? 2/3 മെജോറിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും നോക്കണം. അതിനു മുന്നേ ഇതിൽ കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാ നോക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ ധർമ്മങ്ങൾ നോക്കാം. ഐഡന്റി കാർഡ് പ്രിപ്പയർ ചെയ്യുക, വോട്ടേഴ്സ് രജിസ്റ്റർ, ഇലക്ടർ റോള്, ID ഇവ പ്രിപ്പയർ ചെയ്യുക, രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കണം, ചിഹ്നങ്ങൾ നൽകണം, ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം. ഇവയെല്ലാം ആരുടെ ധർമ്മങ്ങളാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ധർമ്മങ്ങളാണ്. എന്തൊക്കെ ധർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഐഡന്റി കാർഡ് പ്രിപ്പയർ ചെയ്യുക, ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഐഡന്റി കാർഡ് പ്രിപ്പയർ ചെയ്യുക, വോട്ടേഴ്സ് രജിസ്റ്റർ അഥവാ ഇലക്ടർ റോള്, ID എന്നിവ പ്രിപ്പയർ ചെയ്യുക, രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കണം, ചിഹ്നങ്ങൾ നൽകണം, ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തണം. അല്ലെ? ഇന്ത്യയിലെ 8 ദേശീയ പാർട്ടിയാണുള്ളത്. ലാസ്റ്റത്തെ നാഷണൽ പീപ്പിൾ പാർട്ടി ആണ് അല്ലെ. INC, BJP, BSP, തൃണമൂൽ കോൺഗ്രസ്, NCP, NPP, CPI, CPM അങ്ങനെ 8 ദേശീയ പാർട്ടികൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, എന്താണ് ഈ ദേശീയ പാർട്ടികൾ അംഗീകരിക്കാനുള്ള മാനദണ്ഡം എന്താണ്? 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ സീറ്റിൽ 2% സീറ്റ് നേടണം. എന്താണ്? ദേശീയ പാർട്ടിയായിട്ട് നമുക്കൊരു പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? 3 സംസ്ഥാനങ്ങളിൽ മത്സരിക്കണം. ആ 3 സംസ്ഥാനങ്ങളിലെ ആകെ സീറ്റിൽ നിന്ന് 2% സീറ്റ് ഇവർ നേടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. 543 മണ്ഡലത്തിലെ 11 സീറ്റ് നേടണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2% സീറ്റ് നേടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇനി 4 സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത 6% വോട്ട് നേടണം. നമ്മുടെ ദേശീയ പാർട്ടി അംഗീകരിക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങളിൽ മത്സരിച്ചാല് അവിടെ ആകെ സീറ്റിൽ 2% സീറ്റ് നേടണം. ഓക്കെ, അവരുടെ ആകെ സീറ്റില് 2% സീറ്റ് നേടണം. ഇനി അതല്ലെങ്കിൽ 4 സംസ്ഥാനത്തിന് എടുക്കുന്നു. ആ 4 സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ട് ഉണ്ടായിരിക്കുമല്ലോ. ആകെ പോൾ ചെയ്ത വോട്ടിൽ നിന്ന് 6% വോട്ട് നേടണം. ഓക്കെ, അല്ലെങ്കിൽ 4 ലോക്സഭാ സീറ്റ് നേടിയാൽ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കും. 3 കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 3 സംസ്ഥാനങ്ങളിൽ ആകെ സീറ്റിൽ 2% സീറ്റ് നേടണം. അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് 6% വോട്ട് നേടണം. 4 ലോക്സഭാ സീറ്റ് നേടിയാൽ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കും. ഓക്കെ, ഇനി 4 സംസ്ഥാനങ്ങളിൽ
മത്സരിച്ചാൽ മാത്രമേ സംസ്ഥാന പാർട്ടി 4 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണം, സംസ്ഥാന പാർട്ടി ആയിരിക്കണം. ഇങ്ങനെ 3 മാനദണ്ഡങ്ങളാണ് ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ സീറ്റിൽ 2% സീറ്റ് നേടണം. അതുപോലെ 4 സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത 6% വോട്ട് നേടൽ, അല്ലെങ്കിൽ 4 ലോക്സഭാ സീറ്റ് നേടിയാൽ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കും. അതല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആവണം. ഇത് ക്ലിയർ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ എന്താണ് എന്നുള്ളത്. ഇനി സംസ്ഥാന പാർട്ടി ആവാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് സംസ്ഥാന പാർട്ടി ആവേണ്ടത്? ഓക്കെ, ശ്രദ്ധിക്കാം. സംസ്ഥാന നിയമസഭയിൽ 6% വോട്ട് എന്നത് 2 സീറ്റ് നേടണം. സംസ്ഥാന നിയമസഭയിലെ 6% വോട്ട് 2 സീറ്റ് നേടിയിരിക്കണം. ഇനി 3% സീറ്റിനെങ്കിൽ 3% വോട്ട് അല്ലെങ്കിൽ 3 സീറ്റ് നേടണം. ഇനി 6% വോട്ട് ആൻഡ് 1 ലോക്സഭാ സീറ്റും. മൊത്തം സംസ്ഥാനത്തെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മൊത്തം സംസ്ഥാനത്ത് പോൾ ചെയ്ത 8% വോട്ട്. ഓക്കെ, സംസ്ഥാന പാർട്ടി ആവാൻ നമ്മൾ എന്തൊക്കെ നോക്കണം? 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സംസ്ഥാന പാർട്ടി ആവാൻ 6% വോട്ട് നേടണം, അല്ലെങ്കിൽ 2 സീറ്റ് നേടണം. ഇനി 3% വോട്ട് അല്ലെങ്കിൽ 3 സീറ്റ് നേടണം. 6% വോട്ട്, അതോടൊപ്പം തന്നെ 1 ലോക്സഭാ സീറ്റ് ഉണ്ടായിരിക്കണം. 6% വോട്ടും കിട്ടി 1 ലോക്സഭാ സീറ്റും കിട്ടിയാൽ സംസ്ഥാന പാർട്ടി ആവാം. 3% വോട്ടും കിട്ടി 3 സീറ്റ് ലഭിച്ചാല് സംസ്ഥാന പാർട്ടി ആവാം. ഇനി 6% വോട്ടും 2 സീറ്റ് കിട്ടിയാൽ സംസ്ഥാന പാർട്ടി ആവാം. ഇനി ഒരു സംസ്ഥാനം, നമ്മളിപ്പോ കേരളം എന്ന സംസ്ഥാനം എടുത്തിട്ട് അവിടെ ഒരു സംസ്ഥാന പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സംസ്ഥാനത്തെ പോൾ ചെയ്ത 8% വോട്ട് നേടിയിരിക്കണം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഇത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര ശതമാനം വോട്ട് വേണം എന്നുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിച്ചു നോക്കുക. സംസ്ഥാന പാർട്ടി ആവാനും ദേശീയ പാർട്ടി ആവാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ ഭാഗം 9 ഈ ഭരണഘടനയിലെ ഭാഗം 9 ഇത് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ 243K 243ZA ഇവയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതില് 243K ഇലക്ഷൻ ടു പഞ്ചായത്ത് ഇലക്ഷനും 243ZA ഇലക്ഷൻ ടു മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഓക്കെ, ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. രാഷ്ട്രപതി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? കേട്ടോ, മനസ്സിലായ എല്ലാവർക്കും? ഇനി ഇവരുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അവരുടെ എത്രയായിരുന്നു? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ എത്രയായിരുന്നു? 6 വർഷമായിരുന്നു. ഇവിടെ 5 വർഷമാണ്, 65 വയസ്സ്. ഇനി 1993 ഡിസംബർ 3 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്? 1993 ഡിസംബർ 3 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തു. ഇവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഈക്വൽ ടു ഹൈക്കോർട്ട് ജഡ്ജ്. ഹൈക്കോർട്ട് ജഡ്ജിനോട് ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ്. അതുപോലെ ഹൈക്കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്ന പോലെ തന്നെയാണ് നീക്കം ചെയ്യുക. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നമ്മൾ പറഞ്ഞതോ അപ്പോയിന്റ് നീക്കം ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതിയാണ്, ഇംപീച്ച്മെന്റ് പ്രോസസ് ആണ്, രാഷ്ട്രപതിയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹൈക്കോടതി ജഡ്ജിന് ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ്, പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, പ്രസിഡന്റ് ആണ്. ഇത് ക്ലിയർ? ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത്. 5 വർഷവും 65 വയസ്സ് വരെയാണ് കാലാവധി. 1993 ഡിസംബർ 3 ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഹൈക്കോർട്ട് ജഡ്ജിന് തുല്യമാണ്. ഹൈക്കോർട്ട് ജഡ്ജിനെ നീക്കം ചെയ്യുന്ന പോലെ നീക്കം ചെയ്യണം. ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റും ആണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത്. ബൗണ്ടറി നിശ്ചയിക്കുന്നു. ഓക്കെ, എന്താ ബൗണ്ടറി നിശ്ചയിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരംഗം അല്ലെ, അതിന്റെ ചെയർമാനാന്ന് പറഞ്ഞത്. ഈ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനില് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അംഗം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 243K 243ZA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് പറയുന്നത്.
ഇവരുടെ ആസ്ഥാനം എന്ന് പറയും. ഇനി നമുക്ക് ഈ ഒരു കമ്മീഷന്റെ ആസ്ഥാനം എന്നാണ് നിലവിൽ വന്നത്, ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാന്നൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ആസ്ഥാനം വികാസ് ബൻ ട്രിവാൻഡ്ര ആണ്. നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ് അല്ലെ. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? MSK രാമസ്വാമിയാണ്. ഇനി നിലവിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറും, കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഒന്ന് കണ്ടെത്തി വരിക കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ, ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നത്? 243 കെയും 243 ZD ആണ്. ആസ്ഥാനം വികാസ് ഭവൻ ട്രിവാൻഡ്ര ആണ്. നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആണ് MSK രാമസ്വാമി. എന്തൊക്കെയാണ് ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ്? സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകള്, വാർഡ് വിഭജനം, വാർഡുകളുടെ സംവരണം, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മങ്ങള്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുക, വാർഡുകളെ വിഭജിക്കുക, വാർഡുകളുടെ സംവരണം, വാർഡുകൾക്ക് സംവരണം, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാണ് നിലവിൽ വന്നതെന്നാ പറഞ്ഞത്? 1993 ഡിസംബർ 3-നാണ്. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമിയാണ്. ഇവിടെ ആസ്ഥാനം വികാസ് ഭവൻ ട്രിവാൻഡ്ര ആണ്. ഓക്കെ, 243 കെ 243 ZD ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലടോ? ഓക്കെ അല്ലേ? ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? എന്തൊക്കെയാണ്? സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുക, വാർഡ് വിഭജനം നടത്തുക, വാർഡുകളുടെ സംവരണം അല്ലെ, വാർഡുകള് സംവരണം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയും അതുപോലെ ആരാന്ന് കണ്ടുപിടിക്കുക. ഇനി നീക്കം ചെയ്യുന്നത് ആരാണ്? കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഹൈക്കോടതി ജഡ്ജിന് തുല്യാണ് നമ്മൾ പറഞ്ഞു. നീക്കം ചെയ്യൽ പ്രസിഡന്റ് ആണ്. ഓക്കെ, നീക്കം ചെയ്യൽ ഇംപീച്ച്മെന്റ് ബൈ പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ 243 കെ 243 ZA. കെ എന്ന് പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷനും 243 ZA സ്റ്റേറ്റ് ഇലക്ഷൻ ടു മുനിസിപ്പാലിറ്റി, ഇലക്ഷൻ ടു മുനിസിപ്പാലിറ്റി നോക്കി അല്ലെ. രാഷ്ട്രപതിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഡിസംബർ 3-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഹൈക്കോടതി ജഡ്ജിന് തത്തുല്യമായ സ്റ്റാറ്റസ് ആണ്. ഹൈക്കോടതി ജഡ്ജിന് നീക്കം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരെയും നീക്കം ചെയ്യുക. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റുമാണ്. ഇനി ഇവിടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ട്. ബൗണ്ടറി, അതിർത്തികൾ നിശ്ചയിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബൗണ്ടറികൾ നിശ്ചയിക്കുന്നത് ആരാണ്? ബൗണ്ടറികൾ നിശ്ചയിക്കുന്നത് ആരാണ്? ഓക്കെ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്. ഇതിലെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗം കൂടിയാണ്, ചെയർമാനും ആണ്. ഇനി ആസ്ഥാനം വികാസ് ഭവൻ ട്രിവാൻഡ്ര ആണ്. നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് MSK രാമസ്വാമിയാണ്. ഓക്കെ, ഇനി നിലവിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെയും നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇപ്പോഴത്തെ കമ്മീഷണർമാരാരാന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഒന്ന് കണ്ടുപിടിച്ച് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ അവരുടെ ധർമ്മങ്ങൾ പറഞ്ഞു, അവർ ചെയ്യേണ്ട പ്രോസസ്സ് പറഞ്ഞു, ഇപ്പൊ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞു, അവരുടെ ആസ്ഥാനം തൊഴിലും കാര്യങ്ങളും എല്ലാതും പറഞ്ഞു. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് പറഞ്ഞു. വാർഡ് വിവരണം അല്ലെ, വാർഡ് സംവരണം, വാർഡ് വിഭജനം എന്നുള്ള കാര്യങ്ങള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നന്നായി ക്ലാസ് നോക്കുക, സ്ലൈഡ്സ് നോക്കുക. നിങ്ങളുടെ സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ വേറൊരു കളറും ആൻസർ വേറൊരു കളറും പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വൃത്തിയിൽ എഴുതി വെക്കുക കേട്ടോ. അത് എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, കറക്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരിക. അതുവരെ നമ്മൾ എടുത്തിട്ടുള്ള ഈ 2 ടോപ്പിക്കും, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് കമ്മീഷൻസും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഈസ്റ്റ് ഇലക്ഷൻ കമ്മീഷണറും, ഈ 2 ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക. 2 ചാപ്റ്റർ അല്ല, 2 ടോപ്പിക്കും നന്നായിട്ട് പഠിക്കുക.
നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ബാക്കി ചാപ്റ്റേഴ്സ് ആയിട്ട് ബാക്കി ടോപ്പിക്സ് ആയിട്ട് വരാം. ഓക്കെ.